ആലപ്പാട് പഞ്ചായത്തിൽ കറുകയിൽ തറവാട്ടിലാണിപ്പോൾ നിൽക്കുന്നത്. കെ ഭാസ്കരൻ സാറിൻ്റെ തറവാടാണ്. 1972 വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും DU ആയി റിട്ടയർ ചെയ്ത ഭാസ്കരൻ സാറ് ആലപ്പാട് SSV കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുക്കുകയും ആ കരയോഗത്തിൻ്റെ സാരഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ കായലോര കടലോര മേഖലയിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ച് 1975 അഖില കേരള ധീവരസഭ എന്ന് പറയുന്ന ഒരു സാമുദായിക സംഘടനയ്ക്ക് രൂപം നൽകുകയുണ്ടായി. സംഘടനയുടെ പ്രവർത്തനം നടന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ രാഷ്ട്രീയപരമായും ഭരണപരമായ പല പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട് 1984 അന്തരിച്ചുപോയ ലീഡർ എന്ന് പരക്കെ അറിയപ്പെടുന്ന കരുണാകരൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ നിന്നും ധീവര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC ആനുകൂല്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയും ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് അടിസ്ഥാനപരമായി വേണ്ടത് വിദ്യാഭ്യാസമാണെന്നുള്ള ദീർഘവീക്ഷണത്തിൽ അദ്ദേഹം ഭരണാധികാരികളിൽ നിന്നും ഈ സമൂഹത്തിന് OEC ആനുകൂല്യം നേടിക്കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു. അങ്ങനെ OEC ആനുകൂല്യം ലഭിക്കുകയും ധീവരസഭയുടെ 14 വർഷക്കാലം സാരഥ്യം വഹിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഈ സമൂഹത്തിന് വിദ്യാഭ്യാസമായ ഉയർച്ച ഉണ്ടാക്കി കൊടുക്കുവാൻ ആ പ്രവർത്തനങ്ങൾ വളരെ ഉപകരിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഫിഷറീസ് കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കാനുള്ള ഒരവസരമുണ്ടായത്. മത്സ്യബന്ധന മേഖലയിലുണ്ടായ പുരോഗതികളെക്കുറിച്ച് പഠിക്കുന്നതിന് ജപ്പാനിൽ പോവുകയും ജപ്പാനിലെ മത്സ്യബന്ധന രീതികളെ കുറിച്ച് പഠിക്കുകയും ആ മത്സ്യബന്ധന രീതികൾ കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിലേക്ക് വഴിമാറ്റിവിട്ടതും ഈ മത്സ്യബന്ധന മേഖല ഒരു മെക്കനൈസേഷൻ കൊണ്ടുവരാനും കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ ധീവര വിഭാഗത്തിൻ്റെ മേഖലയിലെ സമൂലമായൊരു പുരോഗതി ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിൻ്റെ കർമ്മപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു. അദ്ദേഹം അന്തരിച്ചിട്ട് 25 വർഷം തികയുന്ന ഈ അവസരത്തിലും അതോടൊപ്പം തന്നെ അഖില കേരള ധീവരസഭ എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകിയിട്ട് 50 വർഷം തികയുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ആ സ്മരീയ പുരുഷന് സമുചിതമായ ഒരു സ്മാരകം ഉണ്ടാകണമെന്ന് സമുദായത്തെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾക്ക് തോന്നുകയും അങ്ങനെ സംഘടിച്ച് സമുദായ അംഗങ്ങളുടെയും കരയോഗങ്ങളുടെയും പൂർണ്ണമായ സഹായത്തോടെയും സഹകരണത്തോടെയും കൂടി അദ്ദേഹത്തിന് വേണ്ടി കൃഷ്ണശിലയിൽ തന്നെ പണിത ഒരു സ്മൃതി മണ്ഡപം ഇവിടെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കൃഷ്ണശിലയിൽ ഉയർന്നിരിക്കുന്ന ഈ സ്മാരകത്തിന് ആത്മീയപരമായ ചൈതന്യം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ക്ഷേത്രശില്പികളാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർത്തും ഭക്തിപരമായ സാഹചര്യത്തിലാണ് ഇത് തുടങ്ങിവെച്ചതും. അതുപോലെ തന്നെ വിശ്വഗുരുവായ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹാശിസുകളോടുകൂടി അമ്മ തന്നെ അനുഗ്രഹിച്ചു തന്ന ശിലയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ശിലപാകിയതും. അങ്ങനെ അമ്മയുടെ കൃപയും കാരുണ്യവും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് പോകുന്നതിനും ഇതിൻ്റെ പ്രവർത്തകരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ 108ാമത് ജയന്തി ദിനത്തിൽ IRE തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ കമാനം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശിലാസ്ഥാപനം നടത്തിക്കഴിഞ്ഞു. അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും. ഇതിൻ്റെ
എല്ലാവരെയും ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ പൂർവ്വം നന്ദി അറിയിക്കുന്നു. നമസ്കാരം.
സഭയുടെ ആദ്യകാല പ്രസിഡൻ്റായിരുന്ന ശ്രീ കെ ഭാസ്കരൻ സാറിൻ്റെ പേരിലുള്ള സ്മൃതി മണ്ഡപവും അദ്ദേഹത്തിൻ്റെ 108ാമത് ജയന്തി ആഘോഷവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ സഭയുടെ ക്ലിനിക്കൽ ജനറൽ സെക്രട്ടറി ശ്രീ വീരൻ എക്സ്-MLA അവർ, ഇവിടെ ചേർന്നിട്ടുള്ള മറ്റ് എല്ലാ സഹോദരന്മാർക്കും സഹോദരന്മാർക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട്, നമ്മളിങ്ങനെ ഒരു സ്ഥാപനം ശ്രീ കെ ഭാസ്കരൻ സാറിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെ ഒരു മഹത്തായ കാര്യമാണ്. ആ മഹത്തായ കാര്യം ഇന്ന് പൂർത്തീകരിക്കുകയാണ്. കാരണം ഇതിന് എവിടെയും ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനായി പ്രത്യേകമായിട്ടുള്ള ഒരു സജ്ജമായിട്ടുള്ളൊരു കമ്മിറ്റി വേണം. ആ കമ്മിറ്റി പ്രവർത്തിച്ച് പൂർത്തീകരിക്കണം. അതെല്ലാം ചെയ്തിരിക്കുകയാണ്. അവരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് സംഘടനകളും സമുദായവും ഒക്കെ ഉണ്ടെങ്കിലും ധീരതയുടെ സുഗന്ധമുള്ള, വിയർപ്പിൻ്റെ ഗന്ധമുള്ള, പോരാട്ടത്തിൻ്റെ വീറും വാശിയും ഒക്കെയുള്ള ഒരു വിഭാഗമാണ് ധീവര സഭ എന്ന് അഭിമാനത്തോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഒരു സംഘടിതമായ രൂപമോ ഭാവമോ ഇല്ലാത്ത കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലാണ് ഈ ജനത കൂടുതലായി താമസിക്കുന്നത്. അപ്പോൾ ഇവരെ സംഘടിപ്പിക്കുക, ഒരു സംഘടനാ ബോധം ഇവരുടെ മനസ്സിലേക്ക് കടത്തിവിടുക, ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുക, ഒരുമിപ്പിക്കുക, അത് ഒരു സാഹസികമായ, മത്സ്യബന്ധനം പോലെ സാഹസികമായ ഒരു പ്രവർത്തനമാണ്. ഇത് അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ആരും ഇന്ന് ഉൾക്കൊള്ളുന്ന പോലെ ഉൾക്കൊള്ളില്ല. അപ്പം അന്ന് നേതൃത്വം കൊടുത്ത ഒരു മഹാനായ മനുഷ്യൻ, 4 നൂറ്റാണ്ടിന് മുമ്പ് അദ്ദേഹത്തെ ഓർക്കുന്ന പുതിയ തലമുറയ്ക്ക് പോലും വേണ്ടുന്ന വിധത്തിൽ, നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, മരണപ്പെടുന്നത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വേണ്ടപ്പെട്ടവരാണെങ്കിലും കാലം ആ ഓർമ്മകളെല്ലാം മായ്ച്ചു കളയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ മനസ്സും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നതിനെ മാത്രം പുൽകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം മറവിയിൽ ആണ്ട് പോകാതെ ഇരിക്കാൻ ആ മഹാനായ മനുഷ്യന് എല്ലാ കാലത്തും, ഇനി വരുന്ന തലമുറയ്ക്കെല്ലാം ഓർക്കുന്ന തരത്തിലാണ് ശ്രീ കെ ഭാസ്കരൻ അവരുടെ സ്മൃതി മണ്ഡപം വളരെ മനോഹരമായി, അതും ഈ തീരത്തെ പുൽകി, ഈ കടലിനെ പ്രണയിച്ച്, കായലിനെ പ്രണയിച്ച്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എല്ലാ കാലത്തും ശാന്തി ലഭിക്കുന്ന തരത്തിൽ ഉചിതമായി ഈ സ്മൃതി മണ്ഡപം ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ആദരണീയനായ ഭാസ്കരൻ സാറിൻ്റെ 108ാം ജന്മദിനം സമയത്ത് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു സ്മൃതി മണ്ഡപം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ കരിപ്പിടിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നേതൃത്വപരമായ പങ്കുവഹിച്ച അദ്ദേഹത്തെ ധീവര സമുദായത്തിനും ധീവരസഭയ്ക്കും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഞാൻ ഓർക്കുന്നു, ഭാസ്കരൻ സാറുമായിട്ട് ആദ്യമായി ബന്ധപ്പെടുന്നത് ഞാൻ പുന്നപ്ര കരയോഗത്തിൻ്റെ സെക്രട്ടറിയാണ്. എല്ലാ തരത്തിലൊരു സംഘടന ഉണ്ടാക്കണമെന്ന് ആലോചിച്ചു. സംസ്ഥാന തലത്തിൽ സംഘടനയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാനും ഞങ്ങളുടെ കരയോഗം പ്രസിഡൻ്റായിരുന്ന രഘുവരൻ സാറും കൂടിയിട്ട് പോയി. ഭാസ്കരൻ സാറിന് ആലപ്പുഴ DEO ആയിട്ട് വരിയിരിക്കുക. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹമാണ് ആ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അന്ന് മുതലുള്ള പരിചയമാണ് ഭാസ്കരൻ സാറുമായിട്ട്. അതിനെ തുടർന്നാണ്
കൊല്ലം ജില്ലയിൽ ശ്രീധരൻ സാറ് ഭാസ്കരൻ സാർ തന്നെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ഒരു സംഘടനയ്ക്ക് ഇവിടെ രൂപം കൊടുത്തു. അങ്ങനെ ഇരുന്ന അവസരത്തിൽ നമുക്കൊരു സംസ്ഥാന സമ്മേളനം വിളിച്ചു കൂട്ടണം, സ്വാഗത സംഘം രൂപീകരിക്കണം തീരുമാനിക്കും. ബഹുമാനായ ഭാസ്കരൻ സാർ ചെയർമാനും ഞാൻ ജനറൽ കൺവീനറുമായിട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. ആലപ്പുഴ നരസിംഹപുരത്ത് വെച്ച് യോഗം നടത്താനായിട്ട് തീരുമാനിച്ചു. ഈ സമയത്ത് കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഭാസ്കരൻ സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ, അച്യുതൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ തന്നെ ദിവംഗതരായ ശ്രീ പി കെ ഡീവർ, ശ്രീ ടി ഹരിഹരൻ മാസ്റ്റർ, ശ്രീ സി കെ പരമേശ്വരൻ, ശ്രീ MS രുദ്രൻ അടക്കമുള്ള നേതാക്കന്മാരുമായി കേരളത്തിലെ മുഴുവൻ മേഖലകളിൽ നമ്മൾ സഞ്ചരിച്ചു. കിഴക്കൻ മേഖലകളിൽ നിന്ന് ബാലസേവാ സമിതി പ്രവർത്തിച്ചിരുന്നു. അവരുമായി ബന്ധപ്പെട്ടു തീവ്രസഭയുമായി സഹകരിച്ചു പോകാനായിട്ട് തയ്യാറാണെന്ന് അവരും പറഞ്ഞു. അങ്ങനെ 1975 മാർച്ച് 2-ാം തീയതി ആലപ്പുഴ നരസിംഹപുരത്ത് വെച്ച് തീവ്രസഭ രൂപീകരണ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട ഭാസ്കരൻ സാറിനെ പ്രസിഡൻ്റായിട്ടും അച്യുതൻ മാസ്റ്ററെ വൈസ് പ്രസിഡൻ്റായിട്ടും എന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടും അങ്ങ് കണ്ണൂരിലുള്ള PC ഉണ്ണി അവരുടെ ഖജാൻജിയായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഉണ്ടായിരുന്നത് ശ്രീ വിഷ്ണുദാസ്, അതുപോലെ തന്നെ ശ്രീ കെ ശ്രീധരൻ സാർ. സംസ്ഥാന കൗൺസിലുണ്ടായിരുന്നത് ശ്രീ P പുഷ്പരാജൻ, മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ A ശങ്കു, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ശ്രീ NV പുതുമണ്ണയിൽ ഇവർ മുതിയൊരു സംസ്ഥാന കൗൺസിലുണ്ടായിരുന്നു. ഇവിടെ നിരന്തരം ഞങ്ങൾ വരുമായിരുന്നു. അന്ന് യാത്രാ സൗകര്യമൊന്നുമില്ലല്ലോ. കിഴക്ക് വന്ന് കടത്തോളം കയറിയാണ് ഇവിടെ ഇറങ്ങുന്നത് തന്നെ. അങ്ങനെയുള്ള ആ യാത്രാ സൗകര്യം ഇല്ല. അതുപോലെ നമുക്ക് ഫോൺ ചെയ്യാൻ പോലും ഒരു ആളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ കാള് ബുക്ക് ചെയ്ത് കാത്തിരിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ രീതിയിൽ ഉണ്ടായിരുന്ന അവസരത്തിൽ നമ്മുടെ മേഖലയിലാണെങ്കിൽ റോഡുകൾ ഒന്നുമില്ല. ഞങ്ങളൊക്കെ ഈ വാഹനജാഥ നടത്തി കഴിയുമ്പോൾ വന്നു കഴിയുമ്പോഴേക്കും ഈ ശരീരം മുഴുവൻ ഷർട്ടും മുണ്ടും എല്ലാം പൂഴി മണ്ണിൻ്റെ നിറമാണ്. അങ്ങനെ കാസർഗോഡ് മുതൽ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനായിട്ട് ആത്മാർത്ഥമായി പരിശ്രമിച്ചതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ബഹുമാനായ ഭാസ്കരൻ സാർ. ഭാസ്കരൻ സാറ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു. ബഹുമാനായ ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രിയായി വന്നപ്പോഴാണ് നമുക്ക് പ്രയോജനങ്ങൾ കിട്ടിയതെന്ന് പറഞ്ഞു. നമ്മൾ അന്നത്തെ ഒരു ആവശ്യം നമ്മളെല്ലാവരും ഒന്ന് ഒന്നിച്ചു നിർത്തണമല്ലോ. ജീവൻ എന്നുള്ളൊരു നാമധേയം വേണം. അതായത് നമ്മുടെ മെയിൻ ഡിമാൻഡ്. പല പേരുകളിൽ പല രീതിയിൽ ജീവിച്ചിരുന്നൊരു ജനവിഭാഗം തമ്മിൽ പരസ്പര ബന്ധമില്ലായിരുന്ന ജനവിഭാഗത്തെ നമുക്ക് യോജിപ്പിക്കാൻ സാധിച്ചത് ധീവര എന്നുള്ളൊരു നാമധേയമാണ്. പ്രത്യേക സംവരണമില്ലായിരുന്ന ധീവര സമുദായത്തിന് അത് നമ്മൾ വിളിച്ച മുദ്രാവാക്യം നെറ്റ്വർക്ക് കമ്മീഷൻ റിപ്പോർട്ട് അറബിക്കറിയിൽ നിന്നാണ്. 239 സമുദായങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പിലാണ് നമ്മളെ പെടുത്തിയിരുന്നത്. എന്ത് കിട്ടാനാണ്? അങ്ങനെയാണ് നമ്മൾ സമരം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് 78-ൽ തന്നെ 1%, 2% സംവരണം കിട്ടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായത്. നമ്മളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വികാരപരമായി സംസാരിച്ചാൽ ഭാസ്കരൻ സാറ് അവരുടെ നിരുത്സാഹപ്പെടും. ആ രീതിയിൽ ഈ പ്രസ്ഥാനത്തെ 12 വർഷം നയിച്ചത് ഭാസ്കരൻ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളൊക്കെ പോകാറുണ്ട്, പോയി എല്ലാവരുമായി ബന്ധപ്പെടാറുണ്ട്. ഞാൻ ഓർക്കുന്നത് 1982-ലെ ഇലക്ഷൻ 80-ലും 82-ലും 87-ലും മത്സരിക്കാൻ നമുക്ക് സീറ്റൊക്കെ കിട്ടി, 90 കിട്ടി. 80-ൽ നമ്മൾ 79-ലാണ് DLP ഉണ്ടാക്കി മത്സരിച്ചത്. ഭാസ്കരൻ സാറ് അന്നും അതിൻ്റെ പ്രസിഡൻ്റാണ്. മത്സരിച്ച് നമ്മൾ 80 മത്സരിച്ച് തോറ്റു, 82-ൽ മത്സരിച്ച് ജയിച്ചു വന്നപ്പോൾ അന്നത്തെ ഗവൺമെൻറ് അവിശ്വാസം വന്നു. 5 പേരുടെ ഭൂരിപക്ഷത്തിലാണ് ഭരിക്കുന്നത്. പക്ഷേ 5 നമ്മളടക്കം കൂട്ടിയാൽ 5 പേര് മാറി നിന്നാൽ ഗവൺമെൻറ് പോകും. 5 പേര് അവരുടെ കയ്യിലുണ്ട്. 6-മതൊരാൾ വേണം. അത് നമ്മളെയാണ് അവർ കണ്ടത്. പ്രഗത്ഭന്മാരെ നേതാക്കന്മാരൊക്കെ വന്ന് വെളുപ്പിലേക്ക് ഞങ്ങൾ വിളിച്ച് വളർത്തി സംസാരിച്ചു. മന്ത്രിസ്ഥാനം തരാം, 2 MLA സ്ഥാനം തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളവരോട് പറഞ്ഞു, അതല്ല ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ ലക്ഷ്യം വേറെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പോലും അറിഞ്ഞില്ല. അന്ന് രാത്രി ആഭ്യന്തരമന്ത്രിയായിരുന്നത്
ശ്രീ വയലാർ ലീഡർ ആഭ്യന്തര ശ്രീ വയലാർ റംഗിയുമായിട്ട് ആലോചിച്ചിട്ട് എറണാകുളത്തിലെ DYSPയും സർക്കിൾ ഇൻസ്പെക്ടറെയും കൂടി ഭാസ്കരൻ സാറിനെ കാണാനായിട്ട് രാത്രി വന്നു. തീവ്രസഭ എക്കാലവും അതെനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന ചില പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം കാര്യങ്ങൾ, പുതിയ തലമുറയ്ക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല, ആരെന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ആ അത്ര സൗമ്യ സ്വഭാവമുള്ള ഒരു നേതാവായിരുന്നു ഭാസ്കരൻ സാർ. ഈ പ്രസ്ഥാനം നിലനിർത്തണം, ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, ആരും നമ്മളെ അവഗണിക്കാൻ പാടില്ല. എന്തായാലും ശരി, നമ്മളെ അവഗണിച്ചാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയില്ല എന്നുള്ള നിലപാടിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. സ്നേഹസ്തൂപത്തിലെ നാടയാണ് ഇവിടെ നിന്നുകൊണ്ട് മാറ്റുന്നത്. സ്മൃതി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടന കർമ്മം അങ്ങനെയാണ് നമ്മുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ഇവിടെ നിന്നുകൊണ്ട് നടത്തുന്നത്. ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു, ഞാൻ ബേസിക്കലി തമിഴ്നാട് സ്വദേശിയാണ്. നമുക്ക് ഭാസ്കരൻ സാറിനെ കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ പോലും ഭാസ്കരൻ സാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ ഭാസ്കരൻ സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ തീവ്ര സഭയ്ക്ക് വേണ്ടി പുള്ളി എന്തുമാത്രം പാടുപെട്ട് ഈ തീവ്ര സമുദായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സമയത്ത് സ്മരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ചടങ്ങിന് ക്ഷണിച്ച് ഈ ഭാരവാഹികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ്. കൂടാതെ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. അതോടൊപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ വൈകിയ വേളയിൽ ഞാൻ അധികം പറയുന്നത് ഉചിതമല്ല എന്നറിയാം. പിന്നെ ഭാസ്കരൻ സാറിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്നവരെല്ലാം നന്നായി പറഞ്ഞു. എന്നെക്കാൾ കൂടുതൽ അറിയുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. 2 തരം ആളുകളുണ്ടെന്ന് പറയും. ചിലവരും നമ്മളുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ കിട്ടും. എന്നാൽ ചിലവർ നമ്മുടെ അടുത്ത് നിന്ന് പോകുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നത്. ഇതിലേത് വ്യക്തികളാണെന്ന് നമ്മൾ തീരുമാനിക്കണം. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ കിട്ടുന്ന അവസരങ്ങൾ, ആ ധാർമ്മികമായി ചെയ്യാനുള്ളൊരു അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ചെയ്യുമ്പോഴാണ് അവൻ മനുഷ്യനാവുന്നത്. എന്നാൽ ഭാസ്കരൻ സാറിനെ പോലെയുള്ള മഹത് വ്യക്തികൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇത്രയും കാഴ്ചപ്പാടുകളോടെ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തതെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആ മനുഷ്യനോട് അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ആ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിയും. അവസരങ്ങൾ ഒഴിവായിട്ടില്ല. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ആ നിലനിൽപ്പ് എന്ന് പറയുന്നത് നല്ലവരായ നമ്മളെപ്പോലുള്ളവർ കൂടി നമ്മളുടേതായ ഫിസിക്കലി ആയിക്കോട്ടെ, ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ആ പ്രസ്ഥാനത്തിന് ചെയ്യുമ്പോൾ മാത്രമേ ആ പ്രസ്ഥാനം നിലനിൽക്കുള്ളൂ. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തട്ടെ. ഓം നമസ്തേ ശ്രീ നമഃ. അഖില കേരള തീവ്രസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു പ്രോഗ്രാമിന് വരുന്നത്. അത് വലിയ ഒരു സൗഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ധീവരസഭയുടെ ഏറ്റവും പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ ഡോക്ടർ വേലുക്കുട്ടി അരയൻ, അതുപോലെ KK ഭാസ്കരൻ മാസ്റ്റർ തുടങ്ങിയ പ്രശസ്തരിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ ഈ ഭൂമി തങ്ങളുടെ നല്ല ജീവിതകാലത്ത് ഏറ്റവും നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവശത അനുഭവിക്കുന്ന
ജനസമൂഹത്തിനു വേണ്ടി ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ജീവൻ ആത്മസമർപ്പണം ചെയ്ത വ്യക്തിത്വങ്ങൾ ഉള്ള ഈ ഭൂമി. കൂടുതൽ പറഞ്ഞാൽ ജഗദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി അമ്മ ജനിച്ച ഈ ഭൂമി എന്തുകൊണ്ടും ഈ പ്രദേശവും ഈ സ്ഥലവും ഈ ചടങ്ങും ഏറ്റവും പ്രശസ്തമാണ്, ദിവ്യമാണ്. ആ ചടങ്ങിൽ ക്ഷണിച്ചതിനും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിനും ഞാനിതിൻ്റെ പ്രവർത്തകരോടും കരയോഗം പ്രവർത്തകരോടും എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ ശില്പിയായ ശ്രീ GN സദാശിവൻ ആചാര്യയെ അദ്ദേഹം പൊന്നാട അണിയിച്ച് വളരെ ആത്മാർത്ഥമായി മനോഹരമായി ഈ സ്മൃതി മണ്ഡപം നമ്മുടെ സദാശിവനാചാര്യ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആലപ്പാട് ക്ഷേത്രവും അതുപോലെ തന്നെ കുഴുത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഒക്കെ നിർമ്മിക്കുന്നത് ഈ ശില്പിയുടെ കരവിരുതുകളിലൂടെയാണ്. സ്വർഗീയനായിട്ടുള്ള നിങ്ങളുടെ ഏവരുടെയും എൻ്റെയും മനസ്സിൽ ഏറെ അനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങൾ വിതറുകയും ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഈ സമൂഹത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള സ്വർഗീയനായിട്ടുള്ള ശ്രീ KK ഭാസ്കരൻ അവരുടെ സ്മൃതി മണ്ഡപമാണ് ഇവിടെ ഉയർന്നിട്ടുള്ളത്. ഒരു വ്യക്തി അനവധി വർഷങ്ങൾ ജീവിച്ച് പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചതിന് ശേഷവും ആ വ്യക്തിയെ സ്മരിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ആ വ്യക്തി ഈ സമൂഹത്തിന് എന്തുമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഒരുപക്ഷെ സംഘടിപ്പിക്കാൻ സാധിക്കാത്ത മാനസികമായി ദൗർബല്യങ്ങളുള്ള ഒരു സമൂഹത്തെ, ഇത് മറ്റൊരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ശാരീരികമായി പങ്കായം പിടിക്കാൻ തൻ്റെ ഇടമുള്ള, അത്യധ്വാനം ചെയ്യാൻ ശേഷിയുള്ള, വിഭവങ്ങൾ സമാഹരിച്ച് പൊതുസമൂഹത്തിന് നൽകാൻ തൻ്റെ ഇടമുള്ള, എന്നാൽ അവർക്ക് അവകാശപ്പെട്ടത് പലതും നിഷേധിക്കുന്ന സമയത്ത് ഇത് ദൈവവിധിയാണ് എന്ന് കരുതി പ്രാർത്ഥിക്കുന്ന അനവധിയായിട്ടുള്ള അമ്മമാരുടെ, അവരുടെ പൂർവികന്മാർ, അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് നിന്നിട്ടുള്ള അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ മക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ ഒക്കെ എപ്പോഴും പറയും, ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന് ഇതായിരിക്കും വിധി എന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്രയും കഴിവും പ്രാപ്തിയുമുള്ള, ഒരുപക്ഷെ കേരളത്തിൽ ഏതൊരു ദുരന്തമുണ്ടാകുമ്പോഴും, ഏതൊരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോഴും, ഏത് വിഷയമുണ്ടാകുമ്പോഴും തൻ്റെ കുടുംബത്തെ വരെ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടി സ്വരുക്കൂട്ടിയിട്ടുള്ള ആ, ഞങ്ങൾ പറയും നാട്ടിലൊക്കെ മൺകുടത്തിൽ കുറച്ച് പൈസ സൂക്ഷിച്ചു വയ്ക്കും അമ്മമാരെ, അല്ലെങ്കിൽ ഒരു പിടി അരി അത് വാരിയിട്ട് എല്ലാ ദിവസവും വാരിയിട്ട് ഒരു കുടം നിറയ്ക്കുന്ന, പട്ടിണി ഉണ്ടാവും വീട്ടിൽ, പക്ഷെ അതെല്ലാം ചെയ്യുന്ന സമൂഹം. അങ്ങനെയുള്ള ഈ സമൂഹത്തിൻ്റെ യഥാർത്ഥത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിമാരാവാൻ വരെ ശക്തിയുള്ളവരാണ് ധീവര സമൂഹത്തിലെ അമ്മമാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയുള്ള അമ്മമാരിൽ ഒരാൾ ജന്മം കൊടുത്ത ശ്രീ KK ഭാസ്കരൻ അവറുകൾ, സ്വർഗീയനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സ്ഫുരിക്കുന്ന ഒരു വേദിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചതിൽ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയെ നോക്കിക്കാണുന്നത്. അതിലുപരിയായിട്ട് ഇവിടെ ലോകം അറിയപ്പെടുന്ന രീതിയിൽ ഈ പ്രദേശത്തെ ഇന്ന് അമേരിക്കക്കാരനും ജപ്പാനും രാഷ്ട്രീയമില്ലാത്ത, അതായത് പ്രത്യേക രാഷ്ട്രീയം മാത്രമുള്ള, എന്നാൽ മറ്റു രാഷ്ട്രങ്ങളോട് പ്രത്യേകിച്ച് ഒരു പ്രതിബദ്ധതയും പുലർത്താത്ത ചൈന ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നോക്കുന്ന ഒരു തൂവെള്ള വസ്ത്രധാരിയായിട്ടുള്ള ഈ കടലോരത്ത് ജീവിച്ചിട്ടുള്ള മാതാ അമൃതാനന്ദമയി ദേവിയുടെ അമ്മയുടെ ഓർമ്മകൾ കൂടി ഈ സമയത്ത് എൻ്റെ അരികിലേക്ക് വരികയാണ്. അവിടെ ഏതൊരു രാഷ്ട്രീയ നേതാവ് ചെന്നാലും ആദ്യം അമ്മ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ?
എൻ്റെ കടലോരത്തെ മക്കൾ, എൻ്റെ കടലോരത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് വള്ളവും വലയും നഷ്ടപ്പെട്ടപ്പോഴും ആ വള്ളവും വലയും നഷ്ടപ്പെട്ട് ഉപജീവനമാർഗം നഷ്ടപ്പെട്ടാലും ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ആരോഗ്യം കൊടുക്കും എന്ന് പറയുന്ന ആ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ഒരാളാണ് എന്താണ് സർവസംഘ പരിത്യാഗത്തിൻ്റെ വലിയ ത്യാഗിയായിട്ട് ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ അറിയപ്പെടുന്ന മാതാ അമൃതാനന്ദമയി ദേവി എന്നുള്ളതാണ്. ഞാനൊരു പരിപാടിക്ക് വരുന്നത് ഈ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കുന്നു എന്നൊന്നും നോക്കിയിട്ടില്ല, നോട്ടീസ് വരെ ഞാൻ വായിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ചോദിച്ചു, ദിനകരൻ സാർ ഉണ്ടോ? എന്താ ചോദിക്കാൻ കാരണം? ദിനകരൻ സാർ ഉള്ള ഒരു വേദിയിൽ എന്ത് രാഷ്ട്രീയമുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, തിരക്കുണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ വന്നില്ലെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിക്കാനുള്ള ഒരു അവകാശം ദിനകരൻ സാറിനുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് നല്ല ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെയാണ്. കാരണം അത് ഒരുപക്ഷെ ഞാൻ ആലപ്പുഴയിൽ മത്സരിച്ചുകൊണ്ടൊന്നുമല്ല, ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി, അതായത് SNDP പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുന്നത് പോലെ NSSൽ എത്രയൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ ആളുകൾ കുറ്റം പറഞ്ഞാലും ഈ സുകുമാരൻ സാറിനെ പോലെയുള്ള ആളുകൾ ആ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ എണ്ണി പറയാൻ പരിശ്രമിക്കുന്നത് പോലെ ധീവര സമൂഹത്തിന് വേണ്ടി ഒട്ടനവധി സംഘടനകളുണ്ട്. എന്നാൽ ആ സംഘടനകളെ ഒരാളെയും ഞാൻ കുറച്ച് കാണുന്നില്ല. എന്നാൽ ദിനകരൻ സാറിനെ കുറച്ച് കൂട്ടിക്കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. രാഷ്ട്രീയക്കാരുടെ മുഖം നോക്കാതെ സംസാരിക്കാൻ തൻ്റെടിയായിട്ടുള്ള ഒരു നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള ഒരാളാണ് അദ്ദേഹവും ഈ വേദിക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും അനുഗ്രഹം, നിങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വൈകിയതിന് ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു നല്ല ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന തരത്തിൽ ഒട്ടനവധി ഇത്തരം മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാവാറുണ്ട്. അതിൽ മനസ്സിൽ കുറിച്ചിടാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ദിനക്കുറിപ്പിൽ നമുക്ക് എഴുതി ചേർക്കാൻ കഴിയാവുന്ന, നാളെ ചരിത്രമാവുന്ന ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എനിക്കും കൂടി കഴിഞ്ഞല്ലോ എന്ന വലിയ സന്തോഷമാണ് എൻ്റെ മനസ്സ് നിറയെ. എനിക്ക് നേരിട്ട് സാറുമായി പ്രവർത്തിക്കാൻ, കരയോഗത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ചും ആ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കേട്ട് കഴിഞ്ഞു. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ ലോകത്ത് എല്ലാ സമുദായവും ജനിച്ചതിന് ശേഷമാണ് നമ്മൾ ജനിച്ചത് എന്ന് പറയുമ്പോൾ, എന്നാൽ നമ്മളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളാണ്. നമ്മളൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇന്ത്യൻ ഭരണഘടന രൂപീകരണമായി ഇന്ത്യൻ ഭരണഘടന ഓരോ സമുദായത്തിനും ഓരോ പരിരക്ഷ നൽകിയപ്പോൾ അത്തരം പരിരക്ഷകൾ ഒന്നും ലഭിക്കാതെ പോയ ഒരു സമൂഹമാണ് നമ്മൾ. അന്ന് സംഘടിതരായിരുന്നില്ല, നമുക്കൊരു സംഘടനാ രൂപമുണ്ടായിരുന്നില്ല, നമ്മളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും വീതം, ഓരോ സമുദായത്തിനും അവരുടേതായ ശക്തിക്കനുസരിച്ച് വീതം വച്ച് ഭരണഘടനാ അധിഷ്ഠിതമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു സംരക്ഷണവുമില്ലാതെ പോയ കായലോര കടലോര മേഖലകളിൽ ജീവിച്ചിട്ടുള്ള ഒരു ജനസമൂഹത്തെയാണ് നമ്മൾ മറന്നുപോയി എങ്കിൽ പോലും 72 കാലഘട്ടം മുതൽ അതിൻ്റെ പിറകെ നടന്ന് രൂപീകൃതമായി 75-ൽ നമുക്ക് ഇത് രൂപീകരിക്കുവാൻ സാധിച്ചത്. സംഘടിപ്പിച്ചത് ഒരു സമിതിയുണ്ട്. ആ സമിതിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, രക്ഷാധികാരിയൊക്കെ ഇവിടെ ഉണ്ട്. അവരെ എല്ലാവരെയും ഞാൻ അഭിസംബോധന ചെയ്യുകയാണ്. ഏതായാലും ആ സമിതി നമ്മളാരും പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല. ആ സമിതി അവർ കുറച്ചാളുകൾ ആലോചിച്ച് ഭാസ്കരൻ സാറിൻ്റെ ഒരു സ്മൃതി മണ്ഡപം വേണം എന്ന് പറഞ്ഞ് അവരായി തീരുമാനിച്ച് അവരെടുത്ത നടപടി ആണ് ഈ സ്മൃതി മണ്ഡപവും ഈ അനുസ്മരണ സമ്മേളനവും എന്നുള്ളത് ഞാനിപ്പോൾ എടുത്തു പറയുന്നു. കാരണം നമ്മുടെ ബഹുമാനായ അന്തരിച്ച ഭാസ്കരൻ സാറ് ഈ ഇരിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ ആ ഭൂമുഖത്ത് ഇരുന്നാണ് ആദ്യത്തെ മീറ്റിംഗ് കൂടുന്നത്. ആഗ്രഹിക്കുന്നില്ല. ദീപ, എനിക്ക് ആകെ സംസാരിക്കാനുള്ളത് അതാണ്.
ഇവിടെ സാറിൻ്റെ മകൾ ദീപ ഇങ്ങോട്ടൊന്ന് കയറി വരും. അതന്നെ ഞാൻ പറഞ്ഞ പുസ്തകത്തിൻ്റെ പേര് സാഗരൻ സാഹിബ് ഒന്ന് കാണുക. അതൊരു ആവശ്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് വീണ് കൊടുത്ത് നമുക്കവരെ സ്നേഹത്തോടെ മനസ്സിൽ ചേർക്കാം. ഈ കുടുംബം ചെയ്ത എല്ലാ സേവനങ്ങൾക്കും ഇവരുമൊക്കെ സാക്ഷികളായിരുന്നു. അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇന്നിവിടെ ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളെയാണ്. ഇവിടെ ഭാസ്കരൻ സാർ നിര്യാതനായിട്ട് ഇന്ന് 25 വർഷം കഴിഞ്ഞിട്ടും ഒരു സ്മൃതി മണ്ഡപമോ അദ്ദേഹത്തെ പറ്റി ഓർക്കാനുള്ള ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിൽ തന്നെയും ഞങ്ങൾക്കിത് കഴിഞ്ഞതിൽ വളരെ സന്തോഷം കൂടി നാട്ടുകാരെ അറിയിപ്പിക്കുകയാണ്. ഭാസ്കരൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ധീവര സമുദായത്തിന് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ സമുദായത്തിൻ്റെ OEC ആനുകൂല്യം നേടിത്തന്നതാണ്. നേടിത്തന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്മൃതി മണ്ഡപം നിർമ്മിക്കണം എന്നുള്ളതിന് പ്രധാന ഘടകം അത് തന്നെയാണ്. നമ്മുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ഇതിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്ന ശ്രീമാൻ അജിത്ത്, അദ്ദേഹവും പിന്നെ ഇതിൻ്റെ രക്ഷാധികാരിയായിരുന്ന ശ്രീമാൻ കൃഷ്ണൻ അവരുകളും ഈ അവസരത്തിലില്ല. അദ്ദേഹം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. അവർക്ക് ഈ അവസരത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ശ്രീമാൻ ആനന്ദൻ, ശ്രീമാൻ അജിത്ത്, ശ്രീ പുഷ്പരാജൻ, കൂടാതെ നമ്മുടെ ട്രഷററായിട്ടുള്ള വിശ്വകുമാർ, ഇവരൊക്കെ നിതാന്ത പരിശ്രമത്തിലോടുകൂടിയും പിന്നെ നമ്മുടെ സുമനസ്സുകളായിട്ടുള്ള ജനങ്ങളുടെ കൂടെയും മറ്റ് കരയോഗങ്ങളുടെയും എല്ലാവരുടെയും കൂടെ ഒരു ശ്രമഫലമായിട്ടാണ് ഇതിവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞത്. അതിന് എല്ലാ നാട്ടുകാരോടും സുഹൃത്തുക്കളോടും സുമനസ്സുകളോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. എൻ്റെ പേര് ആനന്ദൻ സി മണ്ണേൽ. ഞാൻ KK ഭാസ്കരൻ സ്മൃതി മണ്ഡപ നിർമ്മാണ സമിതിയുടെ കൺവീനറാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ കമ്മിറ്റിയിലുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, ജനറൽ കൺവീനർ എന്നിവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അഖില കേരള ധീവരസഭ സ്ഥാപക പ്രസിഡന്റ് ശ്രീ KK ഭാസ്കരൻ സാറിന് സ്മൃതി മണ്ഡപം നിർമ്മിക്കുകയും അതിനോട് അനുബന്ധിച്ച് ഈ കമ്മിറ്റിയുടെ മനസ്സിൽ തോന്നിയ ഒരു സ്നേഹസ്തംഭം, അതായത് ഈ കമ്മിറ്റിയെ എത്രത്തോളം സഹായിച്ചിട്ടുള്ള മഹത്വക്തികളെ കൂടെ സ്മരിക്കുന്ന രീതിയിൽ ഒരു സ്നേഹസ്തംഭം സ്ഥാപിക്കണമെന്നുള്ള കമ്മിറ്റിയുടെ ആഗ്രഹപ്രകാരം ഇതിൻ്റെ ശില്പിയായ ചെങ്ങന്നൂർ പി സദാശിവനാചാര്യയുമായി ആലോചിച്ച് അദ്ദേഹം ഇതുപോലൊരു സ്തംഭത്തിന് വേണ്ടി പ്രത്യേകം ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന ഒരു ശിലാസ്തംഭമാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഇതിന് മൊത്തത്തിൽ 8 അടി പൊക്കമുണ്ട്. ഇതിനകത്ത് ഈ ശിലാസ്ഥാപനം നടത്തിയ അന്നത്തെ ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ US ബാലൻ മുതൽ സമ്മേളനത്തിലെ വ്യക്തികളുടെ പേരുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ശിലാഫലവും ഇതിൻ്റെ മറുവശത്ത്
ഈ സ്നേഹസ്തംഭത്തിൽ പങ്കെടുത്ത മഹത് വ്യക്തികളുടെ പേരും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഞങ്ങൾ സെർച്ച് ചെയ്തതിൽ കേരളത്തിൽ അതിൻ്റെ ശില്പികളുമൊക്കെ പറയുന്നത് ഇതുപോലെ കേരളത്തിൽ ഇത്രയും പൊക്കം കൂടിയ ഒരു ശിലാരേഖ നിലവിലില്ല. ഇതാണ് ഏറ്റവും വലിയ ഒരു ശിലാരേഖ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വർക്കുകളിൽ ഏർപ്പെട്ടിരുന്ന ശില്പികളും മറ്റും അനുബന്ധ പ്രവർത്തകരും പറഞ്ഞിരിക്കുന്നത് മാവേലിക്കര കൊട്ടാരത്തിൽ ഒരു ശിലാരേഖയുണ്ട്, അത് ഇതിൻ്റെ പകുതിയേ ഉള്ളൂ. അങ്ങനെ അല്ലാതെയും സെർച്ച് ചെയ്തതിലും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ശിലാരേഖ, അതും ഞങ്ങൾക്ക് അഭിമാനിക്കാം. അതിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാകാൻ വേണ്ടി ചെയ്തതല്ല എങ്കിൽ പോലും ആ സ്നേഹസ്തംഭത്തിൻ്റെ ഉയരം ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും ഉയർന്നു വന്നതാണ്. മാത്രമല്ല ശ്രീ കെ കെ ഭാസ്കർ സാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്നത് കൊല്ലം ജില്ലയിൽ ആലപ്പാട് കറകയിൽ തറവാട്ടിലാണ്. ഈ കറകയിൽ തറവാട്ടിന് തന്നെ ഒരു മഹത്വത്തിൻ്റെ പ്രതീകമാണ് ഈ തറവാട്. അതായത് ആലപ്പാട്ട് അരയന്മാർ ചെങ്ങന്നൂർ ശിവരാത്രി നടത്തുന്നത് ഇപ്പോൾ 1820 ശിവരാത്രിയാണ് നടത്തിയത്. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പരിശം വെപ്പെന്ന മഹത്തായ ചടങ്ങാണ് ഇതിൻ്റെ വളരെ പ്രധാനം. അതായത് ഈ കുടുംബത്തിൽ AD 192 തിരീശാർ മടന്ത എന്ന ഒരു കുട്ടി ജനിക്കുകയും ആ കുട്ടി പാർവതിയുടെ അവതാരം ആയിരുന്നു എന്നും ആ പാർവതിയെ പരമശിവൻ മൃതവേഷത്തിൽ വന്ന് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ചെങ്ങന്നൂരിൽ കുടികൊള്ളുന്നു എന്നുമാണ് വിശ്വാസം. ഈ ആദ്യത്തെ പരിശംവെപ്പ് നടന്നത് AD 205 AD 205 മുതൽ തുടർച്ചയായി നടന്നു വരുന്നത് ഈ പരിശംവെപ്പും ചെങ്ങന്നൂർ ശിവരാത്രിയും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അതായത് മുൻകാല രേഖകളെല്ലാം പരിശോധിച്ചതിൽ നിന്നും അത് വളരെ കൃത്യവും വ്യക്തവുമാണെന്ന് അറിവായിട്ടുണ്ട്. മാത്രമല്ല റവന്യൂ രേഖയിൽ ഈ കുടുംബത്തിൻ്റെ ആൾക്കാരാണ് ആദിച്ച മുത്തരശ്ശൻ എന്ന് പേരുള്ളത്. ഈ താലൂക്കിലെ നമ്മുടെ കേരള ചരിത്ര രേഖകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മാമ്പള്ളി ശാസനം. ഈ മാമ്പള്ളി ശാസനം കണ്ടെടുക്കപ്പെട്ടത് മാമ്പള്ളി കൊട്ടാരത്തിൽ നിന്നാണ്. പക്ഷേ ഈ മാമ്പള്ളി ശാസനം എഴുതപ്പെട്ടത് കൊല്ലം പനങ്കാവൽ കൊട്ടാരത്തിൽ നിന്നാണ് ചരിത്ര രേഖകൾ വ്യക്തമാക്കുന്നത്. മാമ്പള്ളി ശാസനം എഴുതിയത് കൊല്ലവർഷം 149 അതായത് AD 947. അപ്പോൾ ഇതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് അന്നത്തെ കൊല്ലം രാജാവായിരുന്ന വല്ലഭൻ കോതയും ഈ പ്രാദേശിക അതായത് സാമന്തരാജ്ഞിയായിരുന്ന ആദിച്ച ഉമയമ്മയുമാണ്. ഈ ശാസനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ നിത്യദാനത്തിന് മുടക്കം വരാതിരിക്കാൻ വേണ്ടി എഴുതപ്പെട്ടതാണ്. ഇങ്ങനെ ഉള്ള ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പനങ്കാവൽ കൊട്ടാരം നിലവിൽ ഇല്ല, അത് കടലെടുത്തു പോവുകയും അതേ ഫാമിലി തുടർന്ന് അവർ വന്ന് താമസിക്കുന്ന ആണ് ഈ കറയിൽ തറവാട്. ഈ വീട്ടിൽ പിന്നെ ഇവർ ഒരു 70 വർഷം മുമ്പ് വരെ ഈ കൊല്ലം കരുനാഗപ്പള്ളി താലൂക്കിലെ ഏറ്റവും വലിയ ജന്മി കുടുംബമായിരുന്നു. റവന്യൂ രേഖകളിൽ 318 പേർക്ക് കുടിയടപ്പ് കൊടുത്തവരാണ്. ഈ സ്മരിപുരുഷൻ അതായത് കെ കെ ഭാസ്കർ സാറിന് 35 ഏക്കറും മൂത്ത സഹോദരിക്ക് 22 ഏക്കറും രണ്ടാമത്തെ സഹോദരിക്ക് 20 ഏക്കറും മൂന്നാമത്തെ സഹോദരിക്ക് 18 ഏക്കറും വീതം വെച്ചിട്ടുണ്ട്. ഈ കുടിയടപ്പ് കൊടുത്തതിന് ശേഷമാണ് ഈ കുടുംബത്തിന് സ്വന്തമായി 2 ക്ഷേത്രങ്ങളും ഒരു LP സ്കൂളും ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളും സ്കൂളും ഒക്കെ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ തറവാട്ടിൽ ഉടവാളുണ്ടായിരുന്നു. ഉടവാൾ ഈ ക്ഷേത്രത്തിൽ ആലപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കൊടിയേറ്റിന് ഈ വീട്ടിൽ നിന്നും ആചാരപരമായി എഴുന്നള്ളിക്കുന്നതും ഒറ്റ ദിവസം മാത്രമാണ് എഴുന്നള്ളിക്കുന്നത്. അത് വീണ്ടും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചു വരുന്നതുമാണ്. ഇങ്ങനെയുള്ള പാരമ്പര്യമുള്ള ഈ കുടുംബത്തിൽ ജനിച്ച ശ്രീ കെ കെ ഭാസ്കരനെ സ്മരിക്കുന്നതിനും അദ്ദേഹം ഈ സമൂഹത്തോട് പ്രത്യേകിച്ച് ധീവര സമുദായത്തിന് വേണ്ടി 1975 അഖില കേരള ധീവരസഭയ്ക്ക് രൂപം നൽകുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. അന്ന് തൊട്ടേ ഇതിൻ്റെ പ്രസിഡൻ്റായി 14 വർഷം ഇരിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ സമുദായത്തിന് ഒട്ടേറെ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായുമുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആ മഹാനുഭാവനെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് വിശ്വകുമാർ എന്നാണ്. ഞാനൊരു എക്സ് സർവീസ്മാനാണ്. ശ്രീ കെ കെ ഭാസ്കരൻ സാറിൻ്റെ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാണ സമിതി രൂപീകരിക്കുകയും ഇപ്പോൾ ഞാൻ അതിൻ്റെ ട്രഷററായി പ്രവർത്തിച്ചു വരികയുമാണ്. സത്യത്തിൽ ഞാൻ ആർമിയിൽ 30 വർഷം സർവീസ് ചെയ്ത് പിരിഞ്ഞതിന് ശേഷം ഒരു നിമിത്തമെന്നോണമാണ് ഭാസ്കരൻ സാറിൻ്റെ മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ളൊരു
ഭാഗ്യം കിട്ടിയത്. ഈ സമൂഹമായി യാതൊരുവിധ കഴിഞ്ഞ 30 വർഷക്കാലമായി ദൂരെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ സമൂഹമായി പഠിച്ചു വരാനുള്ള അവസരം കൂടിയായിരുന്നു. ഏതായാലും അതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ട്രഷറർ മാത്രമല്ല, ആലപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി വിലാസ കരയോഗം സെക്രട്ടറി കൂടിയാണ്. ഈ അവസരത്തിൽ എനിക്ക് ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച 2 മഹാവ്യക്തികൾ നമ്മുടെ ഈ ഭൂലോകത്ത് നിന്ന്, നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ പരമാത്മാവിൽ വിലയം പ്രാപിച്ചിട്ടുണ്ട്. ആ 2 മഹത് വ്യക്തികൾ ശ്രീ എസ് കൃഷ്ണൻ സാറാണ്, രക്ഷാധികാരിയായിരുന്നു ഈ നിർമ്മാണ സമിതിയുടെ. പിന്നെ സെക്രട്ടറി ശ്രീ അജിത് സാറായിരുന്നു. അദ്ദേഹം ഒരു ഗസറ്റഡ് ഓഫീസറായിരുന്നു, സർവീസിലിരിക്കെ അകാല മൃത്യു വഹിക്കുകയായിരുന്നു. ഏതായാലും ആ 2 മഹത് വ്യക്തികൾക്കും ഞാൻ എൻ്റെ ഈ സംഘടനയുടെ പേരിലും ഈ നിർമ്മാണ സമിതിയുടെ പേരിലും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതലായി ഞാൻ സംഘടനയെപ്പറ്റി അല്ലെങ്കിൽ നിർമ്മാണ സമിതിയെപ്പറ്റി പറയുന്നില്ല. ശ്രീ വി കൃഷ്ണദാസ് ആയിരുന്നു ഈ സംഘടനയുടെ പ്രസിഡന്റ്. സെക്രട്ടറി KP അജിത്ത്, ജനറൽ കൺവീനർ ശ്രീ പുഷ്പരാജൻ, ശ്രീ ആനന്ദൻ അതിൻ്റെ കൺവീനറായിരുന്നു. കൂടാതെ കമ്മിറ്റി മെമ്പറായി ബീന ശിവപ്രസാദ്, ദീപ പ്രദീപ്, രേഖാരാജ്, ഇവരെല്ലാവരും ഈ സംഘടനയുമായി വളരെയധികം അടുത്തു നിന്ന് പ്രവർത്തിച്ച വ്യക്തികളായിരുന്നു. എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. നമസ്തേ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ ദേവിയുടെ നിലവറ സ്ഥാനമായി കരുതുന്ന ആലപ്പാട് പനങ്കാവിൽ കൊട്ടാരം എന്നുള്ളത് പഴയ പേരാണ്. ഈ പനങ്കാവ് കൊട്ടാരം കടൽക്ഷോഭത്തിൽ നശിച്ചതിന് ശേഷം ആ കുടുംബക്കാർ ഈ പുരയിടത്തിൻ്റെ പേര് കറുകയിൽ പുരയിടം എന്നുള്ള ഇവിടെ താമസമാക്കിയതിനു ശേഷം കറുകയിൽ എന്നുള്ള വീട്ടുപേരിലാണ് ഈ വീട് അറിയപ്പെടുന്നത്. ചെങ്ങന്നൂർ ദേവിയുടെ നിലവറ സ്ഥാനമായി കരുതുന്ന ദേവിയുടെ നിലവറ സ്ഥാനമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ആലപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കൊടിയേറ്റിനുള്ള ഉടവാൾ എഴുന്നള്ളത്ത് നടക്കുന്നത്. എന്തുകൊണ്ടും ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഈ ഭവനത്തിൽ ആണ് അഖില കേരള ധീവരസഭയുടെ സ്ഥാപക പ്രസിഡന്റ് ശ്രീ KK ഭാസ്കരൻ ജന്മം കൊണ്ടതും അദ്ദേഹം അന്ത്യം വരെ ജീവിച്ചിരുന്നതും ഈ ഭവനത്തിലാണെന്നുള്ളതും സ്മരണീയമാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.